മറ്റു വാർത്തയിലേക്ക് പോകണം. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയുമായും സൗദി അറേബ്യയുമായും ഇന്ന് അമേരിക്കൻ പ്രതിനിധികൾ ചർച്ച നടത്തും. എന്നാൽ യുക്രൈനെ ഒഴിവാക്കി അമേരിക്കൻ പ്രതിനിധികൾ റഷ്യയുടെയും സൗദിയുടെയും പ്രതിനിധികളുമായി ചർച്ച നടത്തുന്നതിൽ യുക്രൈൻ എതിർപ്പറിയിച്ചിട്ടുണ്ട്. യുക്രൈനെയും യൂറോപ്യൻ യൂണിയനെയും മാറ്റി നിർത്തി സൗദി അറേബ്യയുടെ സാന്നിധ്യത്തിൽ റഷ്യയുമായി ചർച്ച നടത്തി റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റേത്. അമേരിക്കൻ പ്രതിനിധികളും റഷ്യൻ പ്രതിനിധികളുമായി സൗദി അറേബ്യയിലെ റിയാദിൽ ഇന്ന് സുപ്രധാന ചർച്ച നടക്കും. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് ആർട്സ്, ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരാണ് റഷ്യൻ പ്രതിനിധികളുമായി റിയാദിൽ ചർച്ച നടത്തുക. യുദ്ധത്തിൽ നിന്ന് പിന്മാറിയാൽ ഉപരോധങ്ങൾ നീക്കം ചെയ്യുന്നതടക്കമുള്ള വാഗ്ദാനങ്ങൾ ട്രംപ് റഷ്യയ്ക്ക് നൽകിയതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇതിൽ യൂറോപ്യൻ യൂണിയൻ അഭിപ്രായം പറഞ്ഞിട്ടില്ല. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും ട്രംപ് കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചിരുന്നു. എന്നാൽ ചർച്ചയിലേക്ക് യുക്രൈനെയോ അമേരിക്കയുടെ യൂറോപ്യൻ സഖ്യകക്ഷികളെയോ അമേരിക്ക ക്ഷണിച്ചിട്ടില്ല. ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടില്ലെന്ന് സ്ഥിരീകരിച്ച യുക്രൈൻ ഇനി ക്ഷണിച്ചാലും സൈനിക പങ്കാളികളുമായി കൂടിയാലോചിക്കാതെ റഷ്യയുമായി ചർച്ചയ്ക്കില്ലെന്നും വ്യക്തമാക്കി. പുടിന്റെ ലക്ഷ്യം യുക്രൈൻ മാത്രമല്ല യൂറോപ്യൻ യൂണിയനാണെന്നും വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. യൂറോപ്യൻ യൂണിയന് പ്രത്യേകം സൈന്യം വേണമെന്നും സെലൻസ്കി പറഞ്ഞു. എന്നാൽ സെലൻസ്കി ഈ ആഴ്ച സൗദി അറേബ്യ സന്ദർശിക്കുന്നുണ്ട്. ഇതിന് റഷ്യയുമായുള്ള അമേരിക്കൻ ചർച്ചയ്ക്ക് ബന്ധമില്ലെന്നാണ് ഔദ്യോഗിക നിലപാട്. റഷ്യയുമായി ചേർന്ന് സമാധാന കരാർ ഉണ്ടാക്കുക വഴി യുക്രൈനിലെ വിപുലമായ പ്രകൃതി വിഭവങ്ങളിൽ അവകാശം നേടാനുള്ള US ശ്രമമാണ് ഇതിനു പിന്നിലെന്നും വിലയിരുത്തുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.